ഭിന്നശേഷിക്കാരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. നമുക്കറിയാം എത്രത്തോളം വേദന തിന്നുന്നുണ്ട് ഓരോ മാതാപിതാക്കളും എന്ന്. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ മാതൃഭൂമി ന്യൂസ് തന്നെ ഇത് വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെയുള്ളൊരു കുടുംബത്തിന് സർക്കാരിന്റെ ഒരു വലിയ കരുതലും കൈത്താങ്ങും ലഭിച്ചിരിക്കുകയാണിപ്പോൾ. മണ്ണഞ്ചേരി സ്വദേശിയായ വിഷ്ണു 100% ഭിന്നശേഷിക്കാരനാണ്. മകനെക്കുറിച്ചുള്ള ആദിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം അച്ഛൻ ഏതാനും മാസം മുൻപ് ആത്മഹത്യ ചെയ്തു. വിഷ്ണുവിനെയും മരണത്തിലൊപ്പം കൂട്ടാൻ അച്ഛൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. കുടുംബം ദുരിതങ്ങൾ വിവരിച്ച് സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പരിപാടിയിൽ അപേക്ഷ നൽകി. ഇത് പരിഗണിച്ച് വലിയ സഹായമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. കുടുംബത്തിന് 1,35,000 രൂപയുടെ ധനസഹായവും സഹോദരി അഞ്ജലിക്ക് കേരള സ്പിന്നേഴ്സിൽ ജോലിയുമാണ് ഉറപ്പ്. നവംബർ 9 മോന്റെ അച്ഛൻ തൂങ്ങിയത്. മോനെയും കൊണ്ടാണ് തൂങ്ങി മരിച്ചത്. കുഞ്ഞിന് സുഖമില്ലാത്ത വീടൊന്നും ഇല്ലായിരുന്നു, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. പ്രഖ്യാപിച്ച സഹായങ്ങൾ 1 മാസത്തിനകം തന്നെ നൽകും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം. രഘു, പൊതുവെ ഭിന്നശേഷിക്കാരായ മക്കളുള്ള അച്ഛനമ്മമാരുടെ എല്ലാ കാലത്തെയും ഒരു ടെൻഷനാണ് തങ്ങളുടെ കാലശേഷം ഈ മക്കളെ ആര് നോക്കും, അവർ ഒറ്റപ്പെട്ടു പോകുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അത്തരത്തിലുള്ളൊരു ഭയം ഉള്ളിൽ കയറിയത് കൊണ്ട് തന്നെയാണ് വിഷ്ണുവിനെ കൊലപ്പെടുത്താൻ ആ അച്ഛൻ ശ്രമിച്ചതും ആത്മഹത്യക്ക് ശ്രമിച്ചതുമെല്ലാം. എന്തായാലും അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷമാണെങ്കിലും കുടുംബത്തിലേക്ക് ഒരു സഹായം എത്തിയിരിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു കുടുംബത്തിന്റെ ഒരു ജീവിത സാഹചര്യം രഘു കാണുന്നുണ്ട്. ആ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയൂ. ഇപ്പോഴത്തെ അവരെന്താ സാഹചര്യം എന്താണ്? അവർ ഓക്കെ അല്ലേ? ഈ ഭിന്നശേഷിക്കാരനായ മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് അച്ഛൻ ആത്മഹത്യ ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആ വീട്ടിൽ നേരിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. എന്ന് മാത്രമല്ല, ഈ അയൽവാസികളൊക്കെ പറഞ്ഞത് ഈ വിഷ്ണുവിനെ നമുക്കറിയാം, വലിയ ശരീരമുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ എടുത്തു പൊക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അച്ഛൻ സുരേഷാണ്. അപ്പം ഈ കുട്ടിയുടെ ഭാവി എന്താകും, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുട്ടിയെ ആര് നോക്കും എന്നൊക്കെയുള്ളൊരു ആദിയും വ്യാധിയും ഒക്കെ കൊണ്ടാണ് മകനെ ഒരുപക്ഷെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം സുരേഷ് ആത്മഹത്യ ചെയ്തത്. എന്ന് മാത്രവുമല്ല, ഈ ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് വാർത്തകൾ, ഈ ഭിന്നശേഷി ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ ചെയ്തിരുന്നു. ഞാനും ഇവിടെ ആലപ്പുഴയിൽ നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ എന്തോരം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലായത്. കാരണം ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽപ്പെട്ട ആളുകൾ പറയുന്നത് ഈ കുട്ടികൾക്ക് പ്രായമായി വരികയാണ്. കാരണം 35-40 വയസ്സൊക്കെ അല്ലെങ്കിൽ 45 വയസ്സൊക്കെയുള്ള ഇത്തരം ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്. അവർക്കൊക്കെ 5 വയസ്സ്, 10 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സിൻ്റെയൊക്കെ ബുദ്ധിയൊക്കെ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾ വലുതാകുന്നു. അപ്പം അവരുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ 70-75 വയസ്സൊക്കെ ആകുന്നു. ഈ കുട്ടികളെ എഴുന്നേൽപ്പിക്കുകയും അവർക്ക് ആഹാരമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത് ഭയങ്കര ശ്രമകരമായ ജോലിയായിട്ട് മാറുന്നു. എപ്പോഴും മരണം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് അച്ഛനും അമ്മയും ഉള്ളത്. ഇവരുടെയൊക്കെ ഒരു ഭാവി എന്താകും എന്നുള്ളൊരു ആശങ്കയൊക്കെ കൊണ്ട് ഏകദേശം കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 10-ലധികം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അച്ഛനമ്മമാരാണ് ആത്മഹത്യ ചെയ്തത്. ഇത് വലിയൊരു ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിന് സത്യത്തിൽ ഒരു വലിയ വിഷ്ണുവിനും വിഷ്ണുവിന്റെ കുടുംബത്തിനും ഇനി സർക്കാർ ഒപ്പമുണ്ട്. അച്ഛനമ്മമാർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും സർക്കാർ കൈത്താങ്ങായി ഒപ്പമുണ്ടാകിലും വിഷ്ണുവിന് ഒപ്പം കുടുംബത്തിനൊപ്പം എന്തായാലും സർക്കാരിന്റെ കൈത്താങ് എത്തിയിരിക്കുകയാണ്. രഘുനാഥ് നാരായണനാണ് വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത്.